ഹലോ ഹായ് അസ്സലാമലൈക്കും. പെരുന്നാളിൻ്റെ പിറ്റേന്നുള്ള വിശേഷങ്ങളാണ് വീട്ടിൽ വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും കൂടി പുറത്തേക്ക് പോണത്. എല്ലാവരും എന്ന് പറഞ്ഞാൽ ഞാനും ഉത്തേ ആങ്ങളെ നാത്തൂനും ഉമ്മച്ചിയുടെ അടുത്ത് മക്കളാക്കിയിട്ടാണ് ഈ പോണപ്പോക്ക്. രാവിലെ തന്നെ പോകാൻ ഉദ്ദേശിച്ചതാണ്. പക്ഷേ എല്ലാവരും കൂടി കൂടിയാൽ അറിയാലോ, രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിറങ്ങിയപ്പോൾ തന്നെ 10-10:30 ആയി. ഇപ്പം ഞങ്ങൾ നേരെ പോണത് ഫിഷ് മാർക്കറ്റിൽ കണ്ടാൽ നല്ല ഫ്രഷ് മീൻ മേടിക്കാനായിട്ട്. നല്ല പുഴമീൻ കിട്ടുന്ന സ്ഥലത്തോട്ടാണ് ഞങ്ങൾ പോയത്. അവിടെ ചെന്നപ്പോൾ ഉണ്ടടാ എല്ലാ തരം മീനുകളും ഉണ്ട്. കരിമീൻ, ചെമ്പല്ലി, കാളാഞ്ചി, അങ്ങനെ എല്ലാ മീനും ഉണ്ട് കേട്ടോ. അവിടെ നിന്ന് ഇഷ്ടപ്പെട്ട മീനുകളൊക്കെ മേടിച്ചു. ഒരുപാട് മീനുകൾ ഇങ്ങനെ ഫ്രഷായിട്ട് ഇപ്പം തന്നെ പിടിച്ചിട്ട് അവരപ്പം തന്നെ അവിടെ കൊണ്ടുവന്ന് വെക്കണതാണ്. അപ്പോൾ അതങ്ങനെ കണ്ടപ്പോൾ ഒരു കൗതുകം തോന്നി. ഓരോ വീഡിയോസുകൾ എടുത്തു തന്നെ കേട്ടോ. അതിൽ ഏറ്റവും വലിയൊരു മീനുണ്ട്, ഏകദേശം ഒരു 8 കിലോ ഒക്കെ ഉള്ളൊരു മീനുണ്ടായിരുന്നു. പിന്നെ വലിയ ഞണ്ടും ഉണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ ജസ്റ്റ് അതും ഒരു വീഡിയോ എടുത്ത്. പിന്നെ ഞങ്ങൾ മീനൊക്കെ മേടിച്ചിട്ട് ക്ലീൻ ചെയ്യാൻ കൊടുത്ത് കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്തതിന് ശേഷം പിന്നെ ഞങ്ങൾ നേരെ തിരിച്ച് പോന്നിട്ടാ. ഇത്രയും ദിവസം നോമ്പും പെരുന്നാളൊക്കെ ആയിട്ട് ഇറച്ചിയൊക്കെ ആയതുകൊണ്ട് തന്നെ ഇന്ന് നാടൻ കറികളാക്കാമെന്ന് വെച്ച് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ചേർന്ന് ഒരു ചെറിയൊരു പർച്ചേസ് നടത്താമെന്ന് വെച്ച്. തിരിച്ച് പോരുന്ന വഴിയിലാണെങ്കിൽ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. കൊടുങ്ങല്ലൂർ ഭരണി നടക്കണമല്ലോ, അതിൻ്റേതായ റോഡിൽ അത്യാവശ്യം നല്ല തിരക്കും ബ്ലോക്കൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അത്യാവശ്യം ഞങ്ങൾ ലേറ്റായിട്ട് തന്നെയാണ് വീട്ടിലേക്ക് എത്തണത് കേട്ടോ. പിന്നെ പോണ വഴിയിൽ ഞങ്ങൾ പച്ചക്കറിയും മേടിച്ച് തോരൻ എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വെച്ചിട്ട് പച്ചക്കറി കടയിൽ നിർത്തി. അവിടെ നിന്ന് വേണ്ട പച്ചക്കറികളൊക്കെ മേടിച്ചു. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ നേരെ പോയത് തൃപ്തിയിലേക്കാണ്. തൃപ്തി എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ പണ്ട് മുതലേ സ്കൂളിൽ പഠിച്ചിരുന്നപ്പോൾ മുതലേ ഉള്ള ഒരു കൂൾ ഡ്രിങ്ക്സ് കടയാണ്. അവിടുത്തെ സോഡാ സർവത്തും അവിടുത്തെ ചെറിയ കടികളൊക്കെ ഞങ്ങൾക്ക് അന്ന് തുടങ്ങിയ ഒരു ഹരമാണ്. അവിടുത്തെ സ്ഥിരം കുറ്റികളെന്ന് തന്നെ പറയാം. പിന്നെ ഞങ്ങൾ നേരെ വീട്ടിലെത്തി കഴിഞ്ഞിട്ട് പിന്നെ ഒരു ജഗബൊക്കെയാണ്. കാരണം അപ്പം തന്നെ ഒരു 12:30 ആയി. വേഗം ഫുഡ് റെഡിയാക്കണമല്ലോ. അതിനിടയിൽ ഒരു ചക്കയുടെ കഷ്ണം കിട്ടി. വീട്ടിലാണെങ്കിൽ എല്ലാവരും ചക്ക കൊതിച്ചികളാണ്. അപ്പോൾ അപ്പം തന്നെ പണി കഴിച്ചു കേട്ടോ. പിന്നെ ഇതാണ് മെയിൻ. എല്ലാവരും കൂടി കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പാത്രം കഴുകലാണ് ടാസ്ക്. അപ്പം അതിന് പറ്റിയൊരു പേപ്പർ പ്ലേറ്റ് മേടിക്കാമെന്ന് വെച്ച് പോയതാണ് കേട്ടോ. പിന്നെ വാഴലയുടെ ക്ഷാമം കൊണ്ട് ഞങ്ങൾ വാഴല കൊണ്ടുള്ള പേപ്പറില്ലേ, പേപ്പർ വാഴല, അതങ്ങോട്ട് മേടിച്ചു. പിന്നെ കരിമീൻ പൊരിച്ചതും മാമ്പഴ പുളിശ്ശേരിയും ചെമ്പല്ലി മുളകിട്ടതും അവിയലും മോര് കാച്ചിയതും പപ്പടമൊക്കെ ആയിട്ട് ഒരു പിടി പിടിച്ചു കേട്ടോ. ഇങ്ങനെ എല്ലാവരും കൂടി കൂടിയിരുന്ന് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമാണല്ലേ. മനസ്സും റാഹത്തായി, ഫുഡും റാഹത്തായി എന്ന് വേണം പറയാൻ. പിന്നെ നേരെ എല്ലാവരും തിരിച്ച് വീട്ടിലോട്ട് പോകാൻ കേട്ടോ. മക്കൾക്ക് എക്സാം ഉള്ളതുകൊണ്ട്